കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സൂര്യയുമായുള്ള വിവാഹ രജിസ്ട്രേഷൻ നടക്കാനിരിക്കുന്നതോർത്ത് ടെൻഷനോടെ ഇരിക്കുന്ന നിധിയുടെ സങ്കടം കണ്ട് സുധീഷ് തൻ്റെ ചേട്ടനെ കണ്ട് എങ്ങനെയെങ്കിലും ഈ രജിസ്ട്രേഷൻ മുടക്കിയേ പറ്റൂന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിന്റെ പ്ലാൻ അനുസരിച്ച് സുഭാഷും കൂട്ടരും സൂര്യയെ തട്ടിക്കൊണ്ടുപോയി പിടിച്ചു വെക്കുന്നുണ്ട്. സൂര്യയെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് സൂര്യയുടെ അച്ഛൻ പീതാംബരനും അമ്മ ലക്ഷ്മിയും നിധിയുടെ വീട്ടിലെത്തി കരഞ്ഞു ബഹളം വെക്കുമ്പോഴേക്കും വിവാഹ രജിസ്ട്രേഷൻ മുടങ്ങിയതിന്റെ ആശ്വാസത്തിൽ നിധിയും തുള്ളിച്ചാടുന്നുണ്ട്. രജിസ്ട്രേഷൻ മുടങ്ങിയതറിഞ്ഞ സുധീഷ് സുഭാഷിനെ വിളിച്ച് സൂര്യയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വിടണമെന്നും എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നുവെന്നും സന്തോഷത്തോടെ പറഞ്ഞു തിരിയുമ്പോഴാണ് സംശയത്തോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന നിധി അവൻ കാണുന്നത്. ഇതെല്ലാം സുഭാഷിന്റെ പ്ലാനാണോന്ന് അറിയാനായിരുന്നു നിധിയുടെയും ശ്രമം. രജിസ്ട്രേഷൻ മുടങ്ങുമെന്ന് താൻ ഉറപ്പ് പറഞ്ഞതാണെന്നും എല്ലാത്തിന്റെയും പിന്നിൽ താനും തന്റെ ബ്രദേഴ്സുമാണെന്നും സുധീഷ് പറയുമ്പോൾ ഫാമിലിയെ ഇതിൽ ഇൻവോൾവ് ചെയ്യിച്ചതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്ന് നിധിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ലെന്നും രജിസ്ട്രേഷൻ മുടങ്ങിയ പോലെ കല്യാണവും മുടങ്ങുമെന്നും പറഞ്ഞ് സുധീഷ് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് സൂര്യയെ കണ്ട് മടങ്ങി വരുന്ന രാജീവനോടും അരുണിനോടുമായി രജിസ്ട്രേഷൻ മുടങ്ങിയത് എന്തെങ്കിലും ദോഷം കൊണ്ടാവാമെന്നും അതിനുള്ള പരിഹാരം ചെയ്യണമെന്നും നിധിയുടെ അമ്മ ഹേമ പറയുമ്പോഴേക്കും കിട്ടിയ അവസരം മുതലെടുത്ത് നിധിയും അച്ഛനോടായി ദൈവമായിട്ട് ഈ കല്യാണം മുടക്കുന്നതിന്റെ ലക്ഷണമാണ് ഇതെല്ലാം എന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്ക് രാജീവനും ദേഷ്യത്തോടെ നിധിയാണ് എല്ലാത്തിനും കാരണമെന്നും നിധിയുടെ കല്യാണത്തോടുള്ള ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്നും രജിസ്ട്രേഷൻ വൈകിയത് കൊണ്ട് വിസയും നിധിയുടെ യാത്രയും കുറച്ച് വൈകുമെന്നല്ലേ ഉള്ളൂ എന്നും എന്തായാലും ഉറപ്പിച്ച തീയതിയിൽ തന്നെ കല്യാണം നടത്തണമെന്നും എല്ലാവരും അതിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നും രാജീവൻ പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും കല്യാണ കാര്യത്തിൽ നെഗറ്റീവായി ചിന്തിച്ച അപ്പോൾ തൻ്റെ സ്വഭാവം അറിയാമെന്ന് രാജീവൻ നിധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് സുഭാഷിന്റെ ബ്രോക്കർ അവന്റെ പണി സൈറ്റിലെത്തി പെണ്ണു കാണാൻ അന്ന് പോയ കവിതയുടെ വീട്ടുകാർ വിളിച്ചിരുന്നെന്നും അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമാണെന്നും അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിനവർ ചില നിബന്ധനകൾ കൂടി വെക്കുന്നുണ്ടെന്നും കവിതയുടെ വീട്ടുകാർ അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ വീട് വെക്കാനായി കുറച്ച് സ്ഥലമെഴുതി തരാമെന്നും വീട് വെക്കാനുള്ള കാശും അവർ തരുമെന്നും ഓഫർ വെച്ചിട്ടുണ്ടെന്ന് ബ്രോക്കർ പറയുമ്പോഴേക്കും ആടിമാസ കിഴിവ് പോലെയല്ല കല്യാണമെന്ന് അവരെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞ് സുഭാഷും ബ്രോക്കറെ വഴക്കു പറയുന്നുണ്ട്. രാത്രിയാവുമ്പോൾ സുഭാഷിന്റെ മൊബൈലിലേക്ക് കവിത വിളിച്ചിട്ട് തനിക്കൊന്ന് നേരിൽ കാണണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും നാളെ രാവിലെ 10 മണിയാവുമ്പോൾ കോഫി ഷോപ്പിൽ കാണാമെന്നും വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നും കവിത ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് പറഞ്ഞ് സുഭാഷും അതിന് സമ്മതിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടോണ്ട് നിന്ന അനിയൻ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ബ്രോക്കർ വന്ന് പറഞ്ഞ കാര്യങ്ങളും തനിക്ക് തന്റെ അനിയന്മാരെ വിട്ടു പോവാൻ കഴിയില്ലെന്ന് സുഭാഷ് പറയുന്നതും കോഫി ഷോപ്പിലേക്ക് താൻ അവളെ കാണാൻ പോകുന്നില്ലെന്നും സുഭാഷ് പറയുമ്പോഴേക്കും അവൾ ഇങ്ങോട്ട് വിളിച്ചതല്ലേ എന്നും എന്തായാലും പോയി സംസാരിച്ച് അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണമെന്ന് നികേഷ് പറയുമ്പോഴേക്കും സുഭാഷും അത് സമ്മതിക്കുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ നിധി രാത്രി ഫുഡ് കൊടുക്കുമ്പോഴേക്കും സുധീഷ് അത് ആസ്വദിച്ച് കഴിച്ചോണ്ട് പാൽക്കുപ്പിയും പേടിത്തൊണ്ടനുമായ സൂര്യയുടെ കൂടെയാണോ വീട്ടുകാർ നിധിയെ പറഞ്ഞേക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവളോട്. അത് കേൾക്കെ ചിരിയോടെ സുധീഷിന്റെ വീട്ടുകാർക്ക് എങ്ങനെയാ തട്ടിക്കൊണ്ടുപോവാൻ കൂട്ടുനിൽക്കാനൊക്കെ കഴിഞ്ഞെന്ന് നിധി ചോദിക്കുന്നുണ്ട്. തന്റെ വീട്ടുകാർ വളരെ സ്നേഹമുള്ളവരാണെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒത്തൊരുമയോടെ കൂടെ നിൽക്കുമെന്നും സുധീഷ് പറയുന്നുണ്ട്. സൂര്യയെ തട്ടിക്കൊണ്ടുപോവാൻ വീട്ടിൽ നിന്ന് വന്നത് ആരൊക്കെയാണെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ആ ഒരവസരം മുതലെടുത്ത് നിധിയെ തന്നിലേക്ക് അടുപ്പിക്കാനായി സുധീഷും കുറെ അധികം നുണകൾ പറയുന്നുണ്ട്. അമ്മയില്ലെങ്കിലും അച്ഛൻ ഞങ്ങളെ പൊന്നുപോലെയാ നോക്കുന്നതെന്നും ചേട്ടനൊരു ആർക്കിടെക്റ്റ് ആണെന്നും സ്വന്തം വീട് പോലും ചേട്ടനാണ് ഡിസൈൻ ചെയ്തതെന്നും വിദേശത്തുനിന്നൊക്കെ വിളി വരുന്നുണ്ടെങ്കിലും നാട് വിട്ടു പോകാൻ ചേട്ടന് താല്പര്യമില്ലെന്നൊക്കെ സുധീഷ് പറയുന്ന കേട്ട് ഇത്രയും വലിയ ആർക്കിടെക്റ്റ് ആയ ഒരു ചേട്ടന്റെ അനിയൻ എന്തിനാ ഇങ്ങനെ ടാക്സി ഡ്രൈവറായി നടക്കണേന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും താൻ വെറുമൊരു ടാക്സി ഡ്രൈവർ അല്ലെന്നും ട്രാവൽസിന്റെ ഓണറാണെന്നും സുധീഷ് വെച്ച് കാച്ചുന്നുണ്ട്. അവൻ പറയുന്നതെല്ലാം നിധി വിശ്വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴേക്കും തന്റെ താഴെയുള്ള അനിയൻ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെന്നും ഏറ്റവും ഇളയ അനിയനായ നികേഷ് ഡിഗ്രിക്ക് പഠിക്കുകയാണെന്നും അവൻ നന്നായി പഠിക്കുമെന്നും ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനാ പ്ലാൻ എന്നും നിധിയോട് വെച്ച് കാച്ചുന്നുണ്ട് സുധീഷ്. ആരെയും പേടിക്കാതെ തന്റെ വീട്ടിൽ എന്ത് പ്രശ്നവും തുറന്നു പറയാമെന്നും അതൊരു സ്വർഗമാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും അങ്ങനെയൊരു വീട്ടിൽ ജനിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമാണെന്നും എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും തന്റെ വീട്ടുകാർ തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും നിധി സങ്കടത്തോടെ പറയുമ്പോഴേക്കും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് സുധീഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ കവിതയും സുഭാഷും കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. സുഭാഷിനെ പോലെ നിഷ്കളങ്കനായ ഒരാളെ
തൻ്റെ വീട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമായെന്നും ഈ കല്യാണത്തിന് തടസ്സമായി നിൽക്കുന്നത് സുഭാഷിന്റെ വീടും അനിയന്മാരുമാണെന്നും കല്യാണം കഴിഞ്ഞ് പുതിയ വീടെടുത്ത് മാറി താമസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കല്യാണം നടക്കുമെന്നും കവിത പറയുമ്പോഴേക്കും തൻ്റെ അനിയന്മാരെ മറന്ന് തനിക്കൊരു ജീവിതമില്ലെന്നും ഇങ്ങനെയൊരു ഡിമാൻഡ് വെച്ച് ഈ കല്യാണം നടത്താനാവില്ലെന്നും കവിതയ്ക്ക് അതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് സുഭാഷും അവളോട് യാത്ര പറയുന്നുണ്ട്. പിന്നീട് സുഭാഷിന്റെ അനിയൻ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് നീതു എത്തുന്നുണ്ട്. നീതുവിനെ കാണുന്ന ഹരീഷ് കല്ലിളകി ദേഷ്യത്തോടെ അവളെ വഴക്കു പറയുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന്റെ മനസ്സിലാക്കാനായി അവനോട് സംസാരിച്ചുകൊണ്ട് നീതുവും അവിടെ തന്നെ ഇരിപ്പാ. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവളുടെ അച്ഛനായ ഓട്ടോ ഡ്രൈവർ അതുവഴി വരുന്നത്. അവിടെ കടയിലിരിക്കുന്ന നീതുവിനെ കണ്ട് അദ്ദേഹം ദേഷ്യത്തോടെ വണ്ടി നിർത്തിക്കൊണ്ടുവന്ന് നീതുവിനെയും ഹരീഷിനെയും വഴക്കു പറയുന്നുണ്ട്. ഹരീഷിനെയും ഹരീഷിന്റെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവളുടെ അച്ഛൻ വഴക്കു പറയുമ്പോഴേക്കും ഒന്നും തന്റെ തെറ്റല്ലെന്നും താൻ വഴക്കു പറഞ്ഞിട്ടും അവളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണെന്നും മകളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്നും ഹരീഷ് പറയുന്നതോടെ അദ്ദേഹവും മോളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് രാത്രി സുധീഷിന് നിധി ഫുഡുമായി എത്തുമ്പോഴേക്കും അവൾ സങ്കടത്തോടെ ഇരുന്ന് കരയണ കണ്ട് എന്താ കാര്യമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ തന്റെ കല്യാണമാണെന്നും താൻ ഈ വീടും വീട്ടുകാരെയും നാടും വിട്ട് ഒരിക്കലും ചേരാത്ത അയാളുടെ കൂടെ പോയി താമസിക്കണമെന്നും ഇനിയുള്ള ജീവിതം അയാളോടൊന്നിച്ച് തീർക്കേണ്ടേയെന്നും നിധി സങ്കടത്തോടെ പറയുമ്പോഴേക്കും എല്ലാം ശരിയാവുമെന്ന് സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ മുടങ്ങിയത് സൂര്യയെ തട്ടിക്കൊണ്ടുപോയതുകൊണ്ടല്ലേ എന്നും ഇനി കല്യാണം മുടങ്ങാനും തട്ടിക്കൊണ്ടു പോവേണ്ടി വരുമോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇത്തവണ നിധിയെ തട്ടിക്കൊണ്ടു പോയാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും താൻ കൂട്ടുനിൽക്കില്ലെന്നും അത് തൻ്റെ അച്ഛന് വിഷമമാവുമെന്നും കുടുംബത്തിനാകെ അപമാനമാവുമെന്നും നിധി പറയുമ്പോഴേക്കും സൂര്യയെപ്പോലൊരു പാൽക്കുപ്പിയോടൊത്തുള്ള ഭാവി ജീവിതം സുധീഷ് വീണ്ടും അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കെ വീണ്ടും ധൈര്യം നേടിയെടുത്ത് താൻ വീട് വിട്ട് എങ്ങോട്ട് പോവാനാന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. തനിക്ക് ഹയർ സ്റ്റഡീസിന് ബാംഗ്ലൂരിൽ പോകണമെന്ന് പറഞ്ഞില്ലേ എന്നും 2-3 ദിവസം കല്യാണം കഴിയുന്നവരെ അവിടേക്ക് മാറി നിൽക്കണമെന്നും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി എത്തണമെന്നും ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് എല്ലാവരുടെയും കാലിൽ വീഴണമെന്നും സുധീഷ് പറയുന്നുണ്ട്. മടങ്ങി വന്ന വീണ്ടും സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും കല്യാണ പെണ്ണ് ഒളിച്ചോടിയതിന്റെ അപമാനത്താൽ കല്യാണവും വേണ്ടെന്ന് വെച്ച് സൂര്യ ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് സുധി പറയുന്നുണ്ട്. ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതിയെന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും തനിക്ക് തൻ്റെ അച്ഛനെയും അമ്മയെയും വീട്ടുകാരെയും വേദനിപ്പിച്ചുകൊണ്ട് അതിനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞ് നിധിയും പോകുന്നുണ്ടേ. പിന്നീട് അവൾ സൂര്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് സൂര്യയുടെ കോൾ വരുന്നത്. അവൾ ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും വീണ്ടും സൂര്യ ആ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾ കോൾ എടുക്കാതിരുന്നത് കൊണ്ട് സൂര്യ ഉടനെ തന്നെ ചേട്ടത്തി സാന്ദ്രയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. സാന്ദ്ര മൊബൈലുമായി വന്ന് നിധിക്ക് കൊടുക്കുമ്പോഴേക്കും താൻ ഉറങ്ങിപ്പോയിന്നും തനിക്കിപ്പോൾ സംസാരിക്കാൻ ഒരു മൂഡില്ലെന്നും ഉറക്കം വരുന്നെന്നും പറഞ്ഞ് നിധിയും ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും സൂര്യ നിധിയുടെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ ആവുമ്പോഴേക്കും സൂര്യ നിധിയുടെ വീട്ടിലെത്തി അവളെ കണ്ട് സംസാരിക്കണമെന്ന് രാജീവനോടും ഹേമയോടുമായി പറയുന്നുണ്ട്. ഹേമ വന്ന് റൂമിലിരിക്കുന്ന നിധിയോട് സൂര്യ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ താഴെ പോവാൻ തയ്യാറാവുന്നില്ല. നിധി താഴേക്ക് വരാൻ വൈകുന്ന കണ്ട് സൂര്യ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ വൈകി ഉറങ്ങിയതുകൊണ്ടാണ് എണീക്കാൻ ലേറ്റ് ആയതെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും മനഃപൂർവ്വം നിധി തന്റെ കോൾ അവോയ്ഡ് ചെയ്തതാണെന്ന് മനസ്സിലാക്കിയ സൂര്യ അവളുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിധിയും സഹിക്കാനാവാതെ അവനു നേരെ പൊട്ടിത്തെറിച്ച് അവനെ ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. റൂമിലെ ബഹളമെല്ലാം കേട്ട് രാജീവനും ഹേമയും അങ്ങോട്ട് എത്തുമ്പോഴേക്കും നിധി രാത്രി മുഴുവൻ താൻ കോൾ ചെയ്തിട്ട് ഫോൺ എടുത്തില്ലെന്നും ആ ടെൻഷൻ കൊണ്ടാണ് നിധിക്ക് എന്തെങ്കിലും പറ്റിയോന്നറിയാൻ ഓടിയെത്തിയതെന്നും സൂര്യ പറയുന്നുണ്ട്. അതറിഞ്ഞ രാജീവൻ അവളെ വഴക്കു പറയുമ്പോഴേക്കും തനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്നും ഇങ്ങനെയൊരു സൈക്കോയെ തനിക്ക് കല്യാണം കഴിക്കേണ്ടെന്നും നിധി പറയുന്നുണ്ട്. ആകെ സഹിക്കട്ടെ രാജീവനും അവളുടെ ചെകിട്ടത്തൊന്നു കൊടുക്കുന്നുണ്ട്. പിന്നീട് യാത്ര പറഞ്ഞിറങ്ങുന്ന സൂര്യയോട് നിധിക്ക് വേണ്ടി രാജീവനും സോറി പറയുന്നുണ്ട്. വീണ്ടും രാജീവൻ നിധിയെ ഉപദേശിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും തനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് നിധിയും തീർത്തു പറയുന്നുണ്ട്. അത് കേട്ട് രാജീവനും നിധിക്ക് വേറെ ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നും അതുകൊണ്ടാണോ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നതെന്നും സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നുമില്ലെന്നും തനിക്ക് തുടർന്ന് പഠിച്ച് ഒരു ജോലി നേടണമെന്നും അതാണ് തൻ്റെ ആംബിഷനെന്നും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടും അതിനൊരു വിലയും കൽപ്പിക്കാതെ പുച്ഛത്തോടെ സംസാരിച്ച ഒരുത്തൻ്റെ ഭാര്യയായി തനിക്ക് കഴിയുണ്ടെന്നും നിധി തീർത്തു പറയുന്നുണ്ട്. സൂര്യ നല്ലൊരു പയ്യനാണെന്നും നിധിക്ക് ഭാവിയിൽ കഷ്ടപ്പെടേണ്ടി വരില്ലെന്നും നിശ്ചയിച്ച തീയതിയിൽ തന്നെ ഈ കല്യാണം നടത്തുമെന്നും രാജീവനും ഉറപ്പിച്ചു പറയുന്നുണ്ട്. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് നിധി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ആരും അവളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീട് നിധിയുടെ കല്യാണത്തിനായി വീടെല്ലാം അലങ്കരിച്ചൊരുങ്ങി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവസാനം നിധി ആ കടുത്ത തീരുമാനത്തിലേക്കെത്തി. കല്യാണത്തിന്റെ തലേദിവസം രാത്രി നിധി തനിക്ക് ആവശ്യമുള്ള ഫയലുകളും പേപ്പേഴ്സും ഡ്രസ്സുമെല്ലാം എടുത്തോണ്ട്
ആരും കാണാതെ വീട്ടിൽ നിന്നിറങ്ങി ഒരു ജീപ്പിൽ സുധിയുടെ കൂടെ രക്ഷപ്പെടുന്നുണ്ട്. ബാംഗ്ലൂരിൽ പോയി തുടർന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു നിധിയുടെയും സുധീഷിൻ്റെയും മനസ്സിലെ പ്ലാൻ. നിധിയെ സേഫായി ബാംഗ്ലൂരിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം സുധീഷും ഏറ്റെടുത്തു. ആ സമയത്തും നിർത്താതെ നിധിയുടെ മൊബൈലിലേക്ക് സൂര്യയുടെ കോൾ വന്നുകൊണ്ടേയിരുന്നു. സൂര്യയുടെ കോളാണെന്ന് കണ്ട് ആ കോൾ എടുക്കരുതെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിൽ ഇത്രയും സൈക്കോയായ അവനോട് രണ്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് നിധി ആ കോൾ എടുത്തോണ്ട് തൻ്റെ ദേഷ്യമെല്ലാം സൂര്യയോട് പറഞ്ഞു തീർക്കുന്നുണ്ട്. അവളുടെ സംസാരത്തിൽ നിന്ന് അവൾ വീട് വിട്ടിറങ്ങിയെന്ന് മനസ്സിലാക്കിയ സൂര്യ എല്ലാവരെയും ഇക്കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട്. അത് കേൾക്കെ രാജീവനും അരുണും സൂര്യയും എല്ലാം കൂടി നിധിയെയും തിരഞ്ഞ് അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ രാവിലെ ആവുമ്പോൾ സുധീഷിനെയും നിധിയെയും സൂര്യയും കൂട്ടരും പിടികൂടുന്നുണ്ട്. സുധീഷിന്റെ കൂടെ അവളെ കാണുന്ന എല്ലാവരും അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സുധീഷിനോടുള്ള പ്രണയം കൊണ്ടാണ് നിധി കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചതെന്ന് തെറ്റിദ്ധരിക്കുന്ന രാജീവൻ സുധീഷിനെ വഴക്കു പറയുന്നുണ്ട്. രാജീവൻ നിധിയെയും വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാതെ താൻ വീട്ടിലേക്കില്ലെന്ന് നിധിയും നിർബന്ധം പിടിക്കുന്നുണ്ട്. നിധിയെ കണ്ടുകിട്ടിയ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമ്പോഴേക്കും പോലീസുകാർ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസുകാരനും നിധിയെയും സുധീഷുമായി കല്യാണം നടത്തിയാലേ ഈ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ പറ്റുമെന്ന് അവരെ ഉപദേശിക്കുന്നുണ്ട്. തൽക്കാലം രക്ഷപ്പെടാൻ അതേ ഒരു വഴിയുള്ളൂവെന്നും വിവാഹം നടത്തുന്നതായി ആക്ട് ചെയ്യാമെന്നും അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളെന്നും സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ആ വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷ് നിധിയുടെ കഴുത്തിൽ താലി കെട്ടി രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നുണ്ട്. ആക്ടിംഗ് ആണെങ്കിലും സുധീഷിന്റെ മനസ്സും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. പിന്നീട് സുധീഷ് നിധിയെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സുധീഷ് പറഞ്ഞു കേട്ടതുപോലുള്ള സ്വർഗം പോലുള്ള ആ വീട്ടിലേക്ക് നിധി എത്തുമ്പോഴേക്കും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയുമാണ് കാണുന്നത്. അച്ഛനവിടെ ഒരിടത്തിരുന്ന് ബ്രാൻഡിയും കുടിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു വരുന്ന അവരെ കണ്ട് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട്. പിന്നീട് സുധീഷിനും നിധിക്കും വേണ്ടി അവർ മണിയറ എടുക്കുമ്പോഴേക്കും എല്ലാം ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ചേട്ടത്തി സാന്ദ്രയുടെ കോൾ നിധിക്കായി എത്തുന്നുണ്ട്. അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ഹോസ്പിറ്റലിലാണെന്നും ചേട്ടത്തി പറയുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും അവളെ അച്ഛനെ കാണാൻ സമ്മതിക്കാതെ അമ്മ ഹേമയും അരുണയും എല്ലാം ആട്ടി ഓടിക്കുന്നുണ്ട്. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിധിയെ സുധീഷ് ആശ്വസിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ സുധീഷിന്റെ വീട്ടിലാണെങ്കിൽ അമ്മായിയും വല്യച്ഛനും എല്ലാം വന്ന് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ പെണ്ണ് വീട് വിട്ടുപോയി എന്നും പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് സുധീഷ് നിധിയുമായി അങ്ങോട്ടെത്തുന്നത്. അവർ വീണ്ടും തിരിച്ചു വരുന്നത് കണ്ട അതിൻ്റെ ആശ്വാസത്തിൽ അവൻ്റെ അച്ഛൻ ഭാസ്കരനും നിങ്ങളുടെയും ഏട്ടൻ്റെയും ഇടയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നുകൊണ്ട് കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉടനെ തന്നെ നടത്തുന്നുണ്ടെന്നും എല്ലാവരും വരണമെന്നും വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ട് റിസപ്ഷൻ്റെ കാര്യമറിഞ്ഞ നിധി സുഭാഷിനോട് നടന്നതെല്ലാം വിവരിക്കുന്നുണ്ട്. താനും സുധീഷും തമ്മിൽ പ്രണയത്തിലല്ലായിരുന്നുവെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം സൂര്യയുടെ കല്യാണത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ആക്ടിംഗ് മാത്രമായിരുന്നെന്നും നിധി തുറന്നു പറയുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ സുഭാഷും ആകെ കൺഫ്യൂഷനോടെ നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.